السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. إنه هو يبدئ ويعيد وهو الغفور الودود. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോകരക്ഷിതാവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും കാത്തു സൂക്ഷിച്ച് മുറുകെ പിടിച്ച് മുത്തഖികളായി ജീവിക്കണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അത്തരത്തിൽ അവന് കീഴൊതുങ്ങി ജീവിക്കുന്ന അവന്റെ മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഒരുപാട് ആളുകളെ വളരെ ഏറെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. നമ്മുടെ മക്കളാവട്ടെ, ഭാര്യമാരാവട്ടെ, ഉമ്മയോ ഉപ്പയോ, നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കളോ അയൽവാസികളോ, നമ്മുടെ മുതലാളിയോ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരോ, നമ്മുടെ തൊഴിലാളികളോ തുടങ്ങി നമുക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരുപാടധികം ആളുകൾ ഉണ്ടാവാം. അവരെല്ലാം നാം എത്രത്തോളം എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും കണക്കാക്കാൻ കഴിയാത്ത രൂപത്തിൽ നമ്മുടെ കംഫർട്ട് സോണുകളെയെല്ലാം ഭേദിച്ചുകൊണ്ട് അവരോടുള്ള നമ്മുടെ സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കാറുണ്ട്. പലരോടും സർപ്രൈസ് ആയിക്കൊണ്ടും, പലർക്കും എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ ഏറ്റവും മുമ്പിൽ ഉണ്ടാവുന്ന നമ്മുടെ ജോലിയോ സമ്പത്തോ പണമോ ലാഭമോ ജോലിയോ ഒന്നും വിഷയമാവാതെ അവർക്ക് വേണ്ടി കൈമെയ് മറന്ന് നമ്മൾ മുമ്പിൽ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഈ ഇഷ്ടങ്ങളെല്ലാം നമ്മെ സ്നേഹിക്കുന്ന, നമ്മൾ പരസ്പരം ഇഷ്ടപ്പെടുന്ന ആളുകൾ തമ്മിലാണ് എങ്കിൽ, നമ്മെ ഏറെ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, നമ്മെ ഒരുപാടധികം മറ്റാരേക്കാൾ സ്നേഹിക്കുന്ന അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ കാര്യത്തിൽ നമുക്കൊക്കെ എത്രത്തോളം നീതി പുലർത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന ചോദ്യം പ്രസക്തമാണ്. അള്ളാഹുവിനോടുള്ള ഇഷ്ടം അത് കരസ്ഥമാക്കുക അല്ലെങ്കിൽ അത് നേടിയെടുക്കുക എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഈ ദുനിയാവിൽ നേടിയെടുക്കാനുള്ള ഏറ്റവും വലിയ കാര്യം എന്നത്. അള്ളാഹുവിനോടുള്ള ഇഷ്ടം നേടിയെടുക്കുന്ന കാര്യത്തിൽ അള്ളാഹു റസൂൽ പറയുന്നുണ്ട് ഒരു ഹദീസിൽ, അള്ളാഹു അവന്റെ ഒരു അടിമയെ, ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമയെ വിളിച്ചുകൊണ്ട് പറയും, ഇന്നല്ലാഹ അഹബ്ബ ഫുലാനൻ ഫഅഹിബ്ബ. അള്ളാഹു ഇന്ന ഒരു വ്യക്തിയെ, അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പറയും, ഈ വ്യക്തിയെ അള്ളാഹു ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് താങ്കളും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുക എന്ന് ജിബ്രീൽ അലൈഹിസ്സലാമയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നതാണ്. ഇത് കേൾക്കുന്നതോടുകൂടി ജിബ്രീൽ അലൈഹിസ്സലാമയും അദ്ദേഹത്തെ ഇഷ്ടപ്പെടും. ശേഷം
ആകാശത്തേക്ക് പോയി ജിബ്രീൽ അലൈഹിസ്സലാം പറയും, ഇന്നല്ലാഹ ഖദ് അഹബ്ബ ഫുലാനൻ ഫഅഹിബ്ബ. അവിടെയുള്ള എല്ലാ മലക്കുകളോടുമായി പറയും, അള്ളാഹു ഇന്ന ഒരു വ്യക്തിയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാനും അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു, നിങ്ങൾ എല്ലാവരും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുക എന്നത് എല്ലാ മലക്കുകളെയും സാക്ഷി നിർത്തിക്കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറയും എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടിയ ആ ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്ന നേട്ടമാണ് ഈ പറയുന്നത്. അള്ളാഹു ഇഷ്ടപ്പെട്ട വ്യക്തിയെ ജിബ്രീൽ അലൈഹിസ്സലാം ഇഷ്ടപ്പെടും, ശേഷം എല്ലാ മലക്കുകളും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുമെന്നും അദ്ദേഹത്തിന് ഭൂമിയിൽ സ്വീകാര്യത വർദ്ധിപ്പിച്ചു നൽകുമെന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞു കൊടുക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ആളുകളുടെ കാര്യവും ഈ ഹദീസിന്റെ തുടർച്ചയായി പറയുന്നുണ്ട്. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വ്യക്തിയെ പറ്റി അള്ളാഹു ജിബ്രീലിനെ വിളിച്ചുകൊണ്ട് പറയും, ജിബ്രീൽ, ഇദ്ദേഹത്തെ എനിക്ക് ഇഷ്ടമല്ല, അപ്പോൾ താങ്കൾ അദ്ദേഹത്തെ വെറുക്കുക. ജിബ്രീൽ അലൈഹിസ്സലാം അതിനെ വെറുക്കും. ശേഷം ആകാശത്തുള്ള എല്ലാ മലക്കുകളോടുമായി പറയും, നിങ്ങൾ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഈ വ്യക്തിയെ നിങ്ങളും വെറുക്കണമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം കൽപ്പിക്കുമെന്നതാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാവരുടെയും ഈ ക്ഷണികമായ നിസ്സാരമായ ഈ ദുനിയാവിലെ ഏറ്റവും വലിയ നേട്ടമായി നമ്മൾ നേടിയെടുക്കേണ്ടത് അള്ളാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കുക എന്നതാണ്. ഭൗതികമായി പലരെയും നമുക്ക് ഇഷ്ടമുണ്ട്. ആ ഇഷ്ടമൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഇഷ്ടമാണെങ്കിൽ, അത്തരം ബന്ധമാണെങ്കിൽ, അത്തരത്തിലുള്ള ഒരു വികാരമാണ് അവരുമായുള്ളതെങ്കിൽ അതെല്ലാം അനുവദനീയമാണ്. പക്ഷെ അതിനേക്കാളേറെ നമ്മുടെ മക്കളെക്കാളേറെ, ഭാര്യമാരെക്കാളേറെ, കുടുംബത്തെക്കാളേറെ, എന്തിന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ഏറെ നമ്മൾ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയാണ്. അള്ളാഹുവിന്റെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന യഥാർത്ഥ മുത്തഖികളായി നമുക്ക് മാറാൻ സാധിക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാര് പറയുന്നുണ്ട്, ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അള്ളാഹുവിനോടുള്ള ഇഷ്ടം നമുക്ക് നേടിയെടുക്കാനുള്ള 10 മാർഗങ്ങളെ പറ്റി പറഞ്ഞു തരുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഒന്ന്, ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം അത് ഏറ്റവും കൃത്യമായി കാത്തു സൂക്ഷിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുക എന്നത് തന്നെയാണ്. ഖിറാഅത്തുൽ ഖുർആൻ ബിത്തദബ്ബുരി വതഫഹുമി ലിമആനി. പരിശുദ്ധ ഖുർആൻ അത് ഖിറാഅത്ത് ചെയ്യുകയും എങ്ങനെ? ബിത്തദബ്ബുരി വതഫഹുമി ലിമആനി. അതിനെ തദബ്ബുറോടുകൂടി, തഫഹുമോടുകൂടി അതിനെ ആഴത്തിൽ ഉറ്റാലോചിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയുന്ന രൂപത്തിൽ അതുമായി ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഒന്നാമത്തെ ഒരു ഗുണം അതാണ്. നമ്മളിൽ ആ ഒരു ഗുണമുണ്ടോ എന്ന കാര്യം നമ്മൾ ഗൗരവത്തിൽ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിനെ പലപ്പോഴും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് അത് കേവല പാരായണത്തിന് വേണ്ടി മാത്രമല്ല. പലപ്പോഴും മുസ്ലിം സമുദായം തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു വിഷയമാണ്, ഖുർആൻ എന്നാൽ അത് പാരായണം ചെയ്താൽ തന്നെ മതിയല്ലോ, അത് തന്നെ ധാരാളം എന്നൊക്കെയാണ് പലരുടെയും ചിന്ത. ആ പാരായണം ചെയ്യുന്ന വരികളിൽ, ആ ആയത്തുകളിൽ, ആ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ എല്ലാ മനസ്സുകളിൽ വരേണ്ട ചിന്ത, ഈ ആയത്ത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്, എന്താണ് അതിന്റെ ആഴത്തിലുള്ള അതിന്റെ മറ്റു അർത്ഥ തലങ്ങൾ എന്തൊക്കെയാണ്, ഇതിന്റെ അവതരണ പശ്ചാത്തലം എന്താണ്, ഇതുമായി എന്തൊക്കെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് വായിക്കാനുള്ളത് എന്നെല്ലാം ചിന്തിച്ചുകൊണ്ടായിരിക്കണം ഒരു ഖുർആനിക വചനത്തെ പോലും നമ്മൾ നോക്കിക്കാണേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ പല അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവാം. ഒരു കണ്ണട സ്ഥിരമായി ധരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ കണ്ണട ഒന്ന് മാറി വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് മറന്നു കഴിഞ്ഞാൽ ഭയങ്കരമായ വെപ്രാളായിരിക്കും ഉണ്ടാവുക. ഇന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ, അത്രമേൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഈ മൊബൈല് കുറച്ചു നേരം നമ്മുടെ കയ്യിൽ ഇല്ല എങ്കിൽ നമുക്ക് വലിയ പ്രയാസം ഉണ്ടാവും. കാരണം എവിടെയാണ് തേടി പോകുന്ന അവസ്ഥ ഉണ്ടാവും. കാരണം നമുക്ക് അത്രമേൽ ബന്ധമുള്ള കാര്യങ്ങളാണ് അതൊക്കെ. ഇത്രയ്ക്ക് നമുക്ക് ബന്ധമുള്ള ഭൗതികമായ ചില കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ, പരിശുദ്ധ ഖുർആനുമായിട്ട് ഒരു ദിവസം ഓതിയിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ അതൊന്ന് പാരായണം ചെയ്യാനോ അതിന്റെ അർത്ഥങ്ങൾ വായിക്കാനോ ഒരു ദിവസം കഴിഞ്ഞിട്ടില്ല എങ്കിൽ, അതിന്റെ ഹിഫ്ളിൽ നമുക്ക് ഒരു ദിവസം ചില പ്രയാസമുണ്ടെങ്കിൽ എന്തെങ്കിലും ബേജാറ് നമുക്ക് ഉണ്ടാവുന്നുണ്ടോ? ഒരു ദിവസം പോട്ടെ, 2 ദിവസം പോട്ടെ, 3, 4, 5, ഒരുപക്ഷെ വെള്ളിയാഴ്ചകളിൽ മാത്രം പള്ളിയിൽ കുറച്ച് നേരത്തെ എത്തിയെങ്കിൽ മാത്രം ഓടുന്ന ഒരു അവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മത്തിൽ പലരും എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ആ കൂട്ടത്തിൽ പെടാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ അത് പാരായണത്തോടൊപ്പം തന്നെ, പാരായണത്തിന് കൂലിയുണ്ട്, സത്യം തന്നെയാണ്. ഓരോ ഹർഫിനും വലിയ പ്രതിഫലം നമുക്ക് ലഭിക്കും ഇൻഷാ അല്ലാഹ്, അള്ളാഹു സ്വീകരിക്കുകയാണെങ്കിൽ. ആ കൂലിയോടൊപ്പം തന്നെ അത് തദബ്ബുറിനും തഫഹുമിനും വേണ്ടി കൂടിയാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനോടുള്ള ബന്ധം, 1, അത് ഓതുക, 2, അത് ഹിഫ്ളാക്കുക, 3, അതിനെ കുറിച്ച് ചിന്തിക്കുക, അതിന്റെ അർത്ഥങ്ങളെ പറ്റി അറിയുക, 4, ഉറ്റാലോചിക്കുക, മനസ്സ് കൊടുത്തുകൊണ്ട്, തല കൊടുത്തുകൊണ്ട്, ബുദ്ധി കൊടുത്തുകൊണ്ട് ഖുർആനിലെ ഓരോ വചനങ്ങളെ പറ്റിയും ആലോചിക്കുക. മറ്റൊന്ന്, അത് ജീവിതത്തിൽ പകർത്തുക. ആ പകർത്തിയ കാര്യം അത് പഠിക്കുക, അത് പഠിപ്പിക്കുക, അതിന്റെ പ്രചാരകരായി മാറുക. ഇത്രമേൽ ബന്ധം നമുക്ക് പരിശുദ്ധ ഖുർആനുമായിട്ട് ഉണ്ടോ എന്ന കാര്യം, ഏത് ഖുർആൻ, ഈ ഭൂമിയിലെ ഏറ്റവും ഉത്കൃഷ്ടമായ വചനം അള്ളാഹുവിന്റെ വചനങ്ങളാണെന്ന് 100% നമുക്ക് ഉറപ്പുള്ള ആ പരിശുദ്ധ ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന്റെ കാര്യമാണ് ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എല്ലാ അസ്വസ്ഥതകൾക്കും, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന എന്തെല്ലാം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുണ്ടോ അതിലൊക്കെ ശിഫാ ആണ് ഖുർആൻ എന്ന് ഖുർആൻ തന്നെ വിശേഷിപ്പിക്കുന്ന, ഇഹപര ജീവിതത്തിൽ നമുക്ക് സന്തോഷവും സമാധാനവും മാത്രം നൽകുന്ന ഈ പരിശുദ്ധ ഖുർആൻ. പ്രിയമുള്ളവരെ, സ്വഹാബിമാരൊക്കെ അങ്ങനെയായിരുന്നു ഖുർആനിനെ നോക്കിക്കണ്ടത്. ഉമർ റളിയല്ലാഹു അൻഹു പലപ്പോഴും പറയാറുണ്ട്,
ഉമർ അദ്ദേഹം ഖുർആൻ ഓതുന്ന ഒരു സദസ്സിലെത്തി കഴിഞ്ഞാൽ ആ ഖുർആൻ ഓതുന്നത് കേട്ട് കഴിഞ്ഞാൽ അവിടെ സ്തബ്ധനായി നിൽക്കുമായിരുന്നു. ആ ഖുർആനിന്റെ പാരായണം എപ്പോഴാണോ പൂർത്തിയാവുന്നത് അപ്പോൾ മാത്രമാണ് സദസ്സ് വിട്ട് പോകുമായിരുന്നുള്ളൂ. ഒരിക്കൽ സ്വഹാബിമാരുടെ ഒരു ഖുർആൻ ആയത്ത് ഓതുകയാണ്, ഇന്ന അദാബ റബ്ബിക ലവാഖിഅ എന്ന ഈ ഒരു ഖുർആൻ വചനം ഇത് ഓതുന്നത് ഉമർ റളിയല്ലാഹു അൻഹു കേൾക്കുകയാണ്. ഇത് കേട്ടതും ഇതിന്റെ അർത്ഥം പറയുന്നത് അള്ളാഹുവിന്റെ ശിക്ഷ ഇന്ന അദാബ റബ്ബിക ലവാഖിഅ അത് സംഭവിക്കാനുള്ളതാണ് എന്ന അള്ളാഹുവിന്റെ ശിക്ഷയെ പറ്റിയുള്ള ആ വാചകം കേട്ടപ്പോൾ അദ്ദേഹം അത് കേട്ട് ആ നിൽക്കുന്ന നിൽപ്പ് അദ്ദേഹത്തിന്റെ ശരീരം വിറയ്ക്കുകയാണ്. ഈ ഒരു ആയത്ത് കേട്ടതോടുകൂടി അതിന്റെ ചുണ്ടടക്കം വിറച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നാണ്. ആ ആയത്ത് ഓടിയതിനു ശേഷം ഒരു മാസത്തോളം അദ്ദേഹത്തെ ആ രൂപത്തിൽ ഒരു രോഗം ബാധിച്ച വ്യക്തിയെ പോലെയായിരുന്നു കണ്ടത് എന്ന് സ്വഹാബിമാർ പിന്നീട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഖുർആനിലെ ഒരു ആയത്ത് പോലും അത്രമേൽ അവരെ സ്വാധീനിച്ചിട്ടെങ്കിൽ നമ്മൾക്ക് എത്ര ആയത്ത് കേൾക്കുന്നുണ്ട്. ഓരോ ദിവസവും ജുമാക്ക് കേൾക്കുന്നുണ്ട്, മഗ്‌രിബിനും ഇശാഇനും സുബഹിക്കും ഒക്കെ ഇമാമിന്റെ പിന്നിൽ നിന്ന് മനോഹരമായ ഖുർആൻ പാരായണം നമ്മൾ കേൾക്കുന്നുണ്ട്. ആ ഖുർആനിലെ ആയത്തുകൾ എത്രമേൽ നമ്മളെ ചിന്തിപ്പിച്ചിട്ടുണ്ട്, എത്രമേൽ നമ്മുടെ ഹൃദയത്തെ പ്രകമ്പനം കൊള്ളിച്ചിട്ടുണ്ട്, നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ആ ഒരു ഉയരത്തിലേക്ക്, ആ ഒരു ദർജയിലേക്ക് എത്താൻ നമുക്ക് നമ്മുടെ ഖുർആനുമായുള്ള ബന്ധത്തെ ഉയർത്താൻ സാധിക്കേണ്ടതുണ്ട്. രണ്ടാമതായിക്കൊണ്ട് സുന്നത്തുകളെ ജീവിപ്പിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുകളെ ഫർദുകൾക്ക് പുറമെ നമ്മൾ ജീവിപ്പിക്കുക, ജീവിച്ച് കാണിച്ചു കൊടുക്കുക. അത്തഖറബു ഇലല്ലാഹി ബിന്നവാഫിലി ബഅദ ഫറായിദ്. ഫർദുകൾക്ക് പുറമെ സുന്നത്തുകളെ അതിജീവിപ്പിക്കുക, അത് നിങ്ങൾ ജീവിതത്തിൽ ചേർത്ത് വെക്കുക എന്നതാണ്. സുന്നത്തുകൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ പള്ളിയിലേക്ക് കയറുമ്പോൾ നമ്മളൊക്കെ അറിയാതെ പോലും വലതുകാൽ കൊണ്ടായിരിക്കും പ്രവേശിച്ചിട്ടുണ്ടാവുക. അള്ളാഹു മുഫ്തഹി അബ്വാബ റഹ്മതി എന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. പൊതു എടുക്കുമ്പോൾ ഒരുപാട് സുന്നത്തുകൾ നമ്മൾ ഓരോ സമയത്തും ചെയ്യുന്നുണ്ടാവും. പക്ഷേ സുന്നത്തുകൾ നിരന്തരമായി ചെയ്യുന്ന ആളുകൾ എന്ന നിലയ്ക്ക് നമ്മുടെയൊക്കെ മനസ്സിൽ വരാവുന്ന ഒരു ചിന്ത എന്നത് അതിപ്പോ നിസ്സാരല്ലേ, നമ്മളിപ്പോ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് അതിനൊരു ലാഘവത്തോടെ കാണുന്ന ഒരവസ്ഥ പലപ്പോഴും മുസ്ലിം സമുദായത്തിൽ തന്നെ കാണാൻ കഴിയും. നമുക്കറിയാം, ചെരുപ്പ് ധരിക്കുമ്പോൾ അല്ലെങ്കിൽ ബാത്റൂമിൽ കയറുമ്പോൾ അല്ലെങ്കിൽ ബാത്റൂം പുറത്തിറങ്ങുമ്പോൾ മുടി ചെയ്യുമ്പോൾ പോലും ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും സുന്നത്തുണ്ട് എന്ന് പറയും. എന്തൊക്കെയാണെന്നൊക്കെ നമുക്കറിയാം. അതൊക്കെ ചെയ്യുമ്പോൾ അത് നിസ്സാരമായ ഒരു കാര്യമല്ലേ എന്ന ചിന്ത വരുന്നുണ്ടെങ്കിൽ നമ്മുടെ നെയ്യത്തിൽ ചെറിയ ചില കറക്ഷൻ വരുത്താനായിട്ടുണ്ട്. നമ്മുടെ നിയത്തിൽ എവിടേക്കോ ചില പാകപ്പിഴവുകൾ സംഭവിച്ചു പോകുന്നുണ്ട് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ യാന്ത്രികമായിട്ട് ചെയ്യാം. ഇപ്പൊ എല്ലാവരും ചെയ്യുമ്പോൾ ഞാനോട് ചെയ്തു പോവാം. നോമ്പുകൾ നമുക്കറിയാം, നമസ്കാരത്തിൽ സുന്നത്തുകളുണ്ട്. ഫർദ് നമസ്കാരത്തിന് പുറമെ സുന്നത്തായ നമസ്കാരങ്ങളുണ്ട്. നോമ്പിന് പുറമെ, ഫർദായ നോമ്പിന് പുറമെ സുന്നത്തായ നോമ്പുകളുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും മാസത്തിൽ 13, 14, 15 ഒക്കെ സുന്നത്ത് നോമ്പുകളാണ്. സക്കാത്തിന് പുറമെ സ്വതക്ക നമുക്ക്, ദാനം നമുക്ക്, ഇഷ്ടമുള്ളത്ര നമുക്ക് ചെയ്യാം. ഇതൊക്കെ നമുക്ക് സുന്നത്തായ ഫർദുകൾക്ക് പുറമെയുള്ള സുന്നത്തുകളാണ് ബോധ്യം നമുക്കുണ്ട്. പക്ഷെ ഇതൊക്കെ യാന്ത്രികമായി എല്ലാവരും നോമ്പെടുക്കുമ്പോൾ ഞാൻ നോമ്പെടുക്കുക, എല്ലാവരും സുന്നസ്കരിക്കുമ്പോൾ ഞാൻ സുന്നസ്കരിക്കാം, പള്ളിയിൽ എത്തിക്കഴിഞ്ഞാൽ വേറെ പണിയൊന്നുമില്ലല്ലോ, കുറച്ച് നേരത്തെ എത്തും ചെയ്തു, അതുകൊണ്ട് സുന്നസ്കരിക്കാം, എല്ലാവരും നിസ്കരിക്കല്ലേ എന്ന രൂപത്തിലേക്ക് യാന്ത്രികമായ നമ്മുടെ സുന്നത്തുകൾ അത് മാറിപ്പോകുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ഓരോന്നിന്റെയും പുണ്യം അറിഞ്ഞുകൊണ്ട് അതിന്റെ ഫദലുകൾ അറിഞ്ഞുകൊണ്ട് ആ സുന്നത്തുകൾ ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു സ്വഹാബി റബീഅ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുക്കൽ അത്രമേൽ പ്രവാചകന് സേവനം ചെയ്ത, പ്രവാചകന് ഒരുപാട് സന്നദ്ധമായി കുറെ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത വ്യക്തിയായിരുന്നു. അദ്ദേഹത്തോട് പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, പിന്നെ യാ റബീഅ, താങ്കൾക്ക് എന്താണ് വേണ്ടത്, എന്ത് സേവനമാണ് എന്റെ ഭാഗത്ത് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നബിയെ, സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ എനിക്ക് ഒന്നിച്ച് കഴിയണം, അത് മാത്രമാണ് എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞപ്പോ അത് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ ധാരാളം സുന്നത്ത് നമസ്കരിച്ചോ. സുന്നത്ത് നമസ്കരിക്കലാണ് നിനക്ക് അതിനുള്ള ഏറ്റവും നല്ല പോംവഴി എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ സുന്നത്ത് സംസ്കാരം, സുന്നത്ത് പോയിട്ട് പലപ്പോഴും മുസ്ലിം ഉമ്മത്തിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നം, ഫർദ് നമസ്കാരം പോലും അത് ഇമാമയുടെ പിന്നെ റുക്കൂ കഴിഞ്ഞ് ഇഅ്തിദാലിലേക്ക് പോകുന്നത് വരെ നമുക്ക് ആ റക്അത്ത് കിട്ടുമല്ലോ, അതുകൊണ്ട് അതുവരെ ആ ഏറ്റവും അറ്റത്തേക്ക് പോകുന്ന ഒരവസ്ഥ കാണാൻ കഴിയും. സ്ത്രീകളിൽ പലപ്പോഴും ദുഹ്റ കണ്ട അസ്ർ ബാങ്ക് കൊടുക്കുന്ന തൊട്ട് മുമ്പ് നമസ്കരിക്കുന്ന അവസ്ഥ അതൊരിക്കലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. നമസ്കാരത്തിന്റെ വിഷയത്തിൽ സുന്നത്തുകൾ അതിജയിപ്പിക്കുക, അതിനാദ്യം വേണ്ടത് ഫർദിന് കൃത്യമായ സമയത്ത് ഏറ്റവും അതിന്റെ പൂർണ്ണമായ പുണ്യം ലഭിക്കുന്ന രൂപത്തിൽ അത് നിർവഹിക്കുക എന്നത് തന്നെയാണ്. ഇപ്പൊ ദുഹാ നമസ്കാരം നമുക്ക് എന്നും രാവിലെ നമസ്കരിക്കാവുന്നതാണ്. ഈ ഇടയ്ക്ക് ഒരു ആശുപത്രിയിൽ ഒരു ഡോക്ടർ, അദ്ദേഹം വളരെ തിരക്കുള്ള ഒരു ഡോക്ടറാണ്. ആ രോഗികൾക്കിടയിൽ തിരക്കുകൾ ഉള്ള സമയത്ത് അദ്ദേഹം വളരെ കൃത്യമായി അതിനെ ക്രമീകരിച്ച് ഒരു 11 മണിയൊക്കെ ആവുന്ന സമയത്ത് അദ്ദേഹം നേരെ അദ്ദേഹത്തിന്റെ റൂമിലേക്ക് വരും. ആ തിരക്കുകളൊക്കെ ക്രമീകരിച്ചതിന് ശേഷം റൂമിൽ വന്ന 5 മിനിറ്റോടെ അദ്ദേഹം ആ 2 റക്അത്ത് ദുഹാ നമസ്കാരം നമസ്കരിക്കും. എങ്ങനെയാണ് കഴിയുന്നത്? അവർക്ക് കഴിയുമെന്ന് ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ്. സുന്നത്തുകൾ അത്രമേൽ പ്രാധാന്യമുണ്ട് എന്ന ബോധ്യം ഉണ്ടാവുമ്പോഴാണ് അത് ചെയ്യാൻ സാധിക്കുക. മൂന്നാമത്തെ ഒരു കാര്യം, കുറച്ചൊരു സമയം ഒഴിഞ്ഞ് മാറിയിരിക്കണം എന്നതാണ്. എല്ലാ രാത്രികളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അള്ളാഹു 7 ആകാശത്തിൽ ഏറ്റവും താഴേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ രാത്രിയുടെയും 1/3 ഭാഗം ഉണ്ടാവുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്, മയ്യദഊനി, എന്നോട് പ്രാർത്ഥിക്കുന്നവൻ എവിടെയാണുള്ളത്?
അവന് ഞാൻ ഉത്തരം നൽകാൻ തയ്യാറാണ്. മൻ യസ്അലുനി ഫഊതിയഹു, ആരാണ് എന്നോട് ചോദിക്കുന്നത് അവന് ഞാൻ നൽകാൻ തയ്യാറാണ്. മൻ യസ്തഗ്ഫിറുലി ഫഗ്ഫിർ ലഹു, ആരാണ് എന്നോട് പാപമോചനം തരുന്നത് ഞാൻ അവന് പാപം പുറത്തു കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എങ്കിൽ ആ സമയത്ത് ഒന്ന് ഒറ്റയ്ക്കിരുന്ന് കുറച്ചൊന്ന് മാറിയിരുന്ന് സുബഹി നമസ്കാരം അതിന്റെ ബാങ്കിന് കുറച്ച് നേരത്തെ എഴുന്നേറ്റുകൊണ്ട് ഒന്ന് എഴുന്നേറ്റ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് സമയം കണ്ടെത്തിക്കൊണ്ട് റബ്ബിനോട് തേടാനുള്ള ചില സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റിവെക്കേണ്ടതുണ്ട്. ഇബാദത്തുകൾ അങ്ങനെയാണ് നമുക്ക് മാറേണ്ടത്. ഓരോ നമസ്കാര സമയത്തും അല്ലെങ്കിൽ ഓരോ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ ആ ഇബാദത്തിന്റെ ഏറ്റവും ചൈതന്യത്തോടു കൂടി തന്നെ അതിനെ നോക്കിക്കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഓരോ ഇബാദത്തുകളും ആരാധനാ കർമ്മങ്ങളും അതിന്റെ ചൈതന്യം നമുക്ക് കാത്തുസൂക്ഷിക്കാൻ കഴിയുക? ഒന്ന്, അതിനെപ്പറ്റി ഇൽമ വേണം, അതിനെപ്പറ്റിയുള്ള അറിവ് വേണം. രണ്ട്, അതിന്റെ പുണ്യങ്ങൾ ശ്രേഷ്ഠതകൾ നമ്മൾ അറിയണം, അതിന്റെ ഫضലുകൾ അറിയണം. മൂന്ന്, അതിലൊരു ഔത്സുക്യം കാണിക്കണം, ഒരു മത്സര ബുദ്ധി കാണിക്കണം, മുസാറത്ത്. നാല്, ഇജ്തിഹാദ് വേണം, അതിന് കുറച്ചൊരു കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. സുബഹി നമസ്കാരത്തിന് രാവിലെ ആ ഒരു 5 മണി സമയത്ത് എഴുന്നേൽക്കുക എന്നുള്ളത് ആ തണുപ്പിൽ പുതച്ചു മൂടി കിടക്കാൻ നല്ല സുഖമായിരിക്കും. അതിൽ നിന്ന് മാറി ആ തണുപ്പുള്ള വെള്ളത്തിൽ വുദു ചെയ്യുക എന്നത് കുറച്ചൊരു പ്രയാസമുള്ള കാര്യമായിരിക്കും. അവിടെ ഇജ്തിഹാദ് ചെയ്തുകൊണ്ട് ആ ഇബാദത്തിൽ വരാൻ നമുക്ക് സാധിക്കണം. അഞ്ചാമത്തെ ഒരു കാര്യം ഇസ്തിംറാർ അലൈഹ, അതിനുവേണ്ടി നമ്മൾ ഒരു സ്ഥിരത ഉണ്ടാവുന്ന ഒരു പ്രക്രിയയായിട്ട് അതിനെ മാറ്റണം. എല്ലാ ഇബാദത്തുകളും എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നതിനപ്പുറം അതിനൊരു സ്ഥിരത ഉണ്ടാകുന്ന ഒരു പ്രകൃതവും നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അല്ലെങ്കിൽ അവളുടെ ആരാധനാ കർമ്മങ്ങളിലൂടെയാണ് അവർക്ക് ഏറ്റവും മനസ്സമാധാനം ഉണ്ടാവുക, അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുവാനും അള്ളാഹുവിനോട് സംസാരിക്കാനും കഴിയുക. ഈ മനസ്സമാധാനമുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഒരിക്കലും മനസ്സ് തകർന്നു പോവുക? ഈ ഇടയ്ക്ക് നമ്മൾ കൊടുങ്ങല്ലൂരിൽ ഒരു ആത്മഹത്യ കേട്ടു. ഒരു ഭർത്തൃ വീട്ടിലേക്ക് കൊണ്ടുപോയ ഒരു പെൺകുട്ടി 1-2 വർഷമായിട്ടുള്ള പോയിട്ട് ഒരു 10 മാസം പ്രായമുള്ള ഒരു കുട്ടി അവൾക്കുണ്ട്. ഭർത്താവിന്റെ വീട്ടിലെ ക്രൂരതകൾക്ക് വശമതയായിക്കൊണ്ട് അതിൽ മനസ്സ് നൊന്തുകൊണ്ട് ആ കുട്ടി ഒരു ആത്മഹത്യയെ കുറിപ്പൊക്കെ തന്റെ ഉമ്മാക്ക് വാട്സപ്പിൽ അയച്ചൊരു മെസ്സേജ് ഒക്കെ നമ്മൾ ഈ ഇടയ്ക്കാണ് വായിച്ചത്. അത്രമേൽ മനസ്സ് നൊന്തുകൊണ്ട് എങ്ങനെയാണ് ഈ ചിന്തയിലേക്ക് നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മുസ്ലിം സമൂഹത്തിലുള്ള പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ മാറുന്നത്? ആത്മഹത്യകൾ വർദ്ധിച്ചു വരികയാണ്, മനസ്സ് മടുക്കുകയാണെന്നാണ് പറയുന്നത്. ഈ ദുനിയാവ് എന്നത്, നമ്മൾ ജീവിക്കുന്ന ഈ ഇഹലോകം എന്നത് നശ്വരമാണ് എന്നും നിസ്സാരമാണ് എന്നും ഇവിടെ ഇതൊരു പരീക്ഷണം മാത്രമാണെന്നും ബോധ്യമുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് സ്വന്തം ജീവൻ ഒടുക്കാൻ സാധിക്കുക? ഈ പരീക്ഷണത്തിൽ ഇത് ഒരുപാട് പരീക്ഷണം ഉണ്ടാവും. അത് ഭർത്താവിന്റെ വീട്ടിൽ നിന്നോ, സ്ത്രീധനത്തിന്റെ പേരിലോ, അല്ലെങ്കിൽ മറ്റു കളിയാക്കലിലോ, കുത്തുവാക്കുകളോ, എന്റെ നിറത്തിന്റെ പേരിലോ, എന്റെ വർണ്ണത്തിന്റെ പേരിലോ, എനിക്ക് കുറച്ചൊരു ശാരീരിക പ്രയാസമുണ്ട് എന്നതിന്റെ പേരിലോ ഒക്കെ പ്രയാസങ്ങൾ ഉണ്ടാവും. അതൊക്കെ ഈ ജീവിതത്തിന്റെ ഭാഗമാണ്. കാരണം നമ്മൾ വന്നത് ഈ ഭൂമിയിൽ ജീവിക്കാനല്ല. ഇവിടെയുള്ള ജീവിതം നമ്മുടെ പരലോകത്തിന് വേണ്ടി അതിനെ ഏറ്റവും മനോഹരമാക്കാനാണ്. പരലോകത്തിന് വേണ്ടി ജീവിക്കുന്ന ആളുകളായി നമുക്ക് മാറണം എന്ന ബോധ്യമുള്ള ഒരു മുസ്ലിം ആത്മഹത്യയിലേക്ക് പോകാൻ കഴിയില്ല. വലിയ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാവേണ്ടതുണ്ട്. നാലാമതായിക്കൊണ്ട് പ്രാർത്ഥനകൾ, ദിക്റുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. എപ്പോഴും നാവ് എപ്പോഴും അത് നനഞ്ഞിരിക്കണം. ദിക്റുകളാൽ നനഞ്ഞിരിക്കുന്ന അത്തരം ഒരു നാവ് കൊണ്ട് മരണപ്പെടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹു അലിക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് പറഞ്ഞു കൊടുക്കുകയാണ്. എല്ലാ ദിവസവും രാത്രി അലി താങ്കൾ 33 തവണ സുബ്ഹാനല്ലാഹ്, 33 തവണ അൽഹംദുലില്ലാഹ്, 34 തവണ അല്ലാഹു അക്ബർ, ഈ ദിക്ർ താങ്കൾ എല്ലാ ദിവസവും രാത്രി ചൊല്ലിക്കിടക്കണമെന്ന് ഒരു തവണ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. ശേഷം അദ്ദേഹം അത് ഏറ്റെടുക്കുകയാണ്. അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട്, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഈ ദിക്ർ അത് ഒഴിവാക്കിയിട്ടില്ല. അപ്പൊ സ്വഹാബത്ത് കേട്ടപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, അല്ല അലി, താങ്കൾ സുഫീൻ യുദ്ധത്തിന്റെ സമയത്ത് ഈ ദിക്ർ ഒഴിവാക്കിയിട്ടില്ലേ? മുസ്ലിം സമുദായം തന്നെ പരസ്പരം വാളോങ്ങിയ സമയമായിരുന്നു സുഫീൻ യുദ്ധം. ആ സമയത്ത് താങ്കൾ ഒഴിവാക്കിയിട്ടില്ലേ? കുറെ പ്രയാസമായ സമയമാണല്ലോ, ഒരു ദിവസം പോലും ഒഴിവാക്കിയില്ല എന്ന് പറഞ്ഞു. ആ ദിവസം എന്ന് ചോദിച്ചപ്പോ അലി റളിയല്ലാഹു അൻഹു തിരിച്ച് മറുപടി പറയാണ്, ഇല്ല, ആ ദിവസം പോലും ഞാൻ ഒഴിവാക്കിയിട്ടില്ല. എന്റെ ജീവിതത്തിലെ എല്ലാ ദിവസവും, കാരണം അത് റസൂല് പറഞ്ഞതാ, ഞാൻ അത് ശീലമാക്കി ഏറ്റെടുത്തു ആ ദിക്ർ എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ എന്ത് പ്രയാസമുണ്ടെങ്കിലും ദിക്റുകൾ അധികരിപ്പിക്കുക എന്നതും അള്ളാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കാനുള്ള വലിയ ഒരു മാർഗമായി നമ്മൾ കാണേണ്ടതുണ്ട്. എല്ലാ ദിവസവും രാവിലെ അദ്കാർ സുബഹ് ഉണ്ട്, അദ്കാർ മസാണ്ട് വൈകുന്നേരം. നമ്മുടെ ഫോണിൽ തന്നെയുള്ള അദ്കാറിന്റെ ആപ്പുകൾ ഉണ്ട്, സമീൽ എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ പ്രാർത്ഥനകൾ എന്ന സെക്ഷൻ പോയി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് ഓരോ ദിവസവും പ്രാർത്ഥിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് രാവിലത്തെ പ്രാർത്ഥന, വൈകുന്നേരത്തെ പ്രാർത്ഥന വെറും 10 മിനിറ്റ് സുബഹി നമസ്കാരത്തിന് ശേഷവും അസ്ർ നമസ്കാരത്തിന് ശേഷവും മാറ്റി വെച്ചാൽ നമുക്ക് പ്രാർത്ഥിക്കാം. വലിയൊരു വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ ആ ദിക്റുകളിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അഞ്ചാമതായിക്കൊണ്ട് സ്വന്തത്തെക്കാൾ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് പ്രാമുഖ്യം നൽകുന്ന ആളുകളായി മാറണം. ഈ സ്വന്തം ഹവയേക്കാൾ ഒരുപക്ഷെ 2 വിഷയങ്ങൾ നമ്മൾ മുമ്പിൽ വരികയാണ്. ഒന്ന്, അള്ളാഹുവിന്റെ ഇഷ്ടം, അള്ളാഹുവിന്റെ കൽപ്പന ഇവിടെയാണ്. നമ്മുടെ ഇഷ്ടം, നമ്മുടെ താല്പര്യം എന്നത് ഇവിടെയുമാണെങ്കിൽ ഏതിനാണ് നമ്മുടെ ജീവിതത്തിൽ കരം തൂങ്ങേണ്ടത് എന്ന് നമ്മൾ സ്വയം ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. എവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ താല്പര്യവും പ്രാമുഖ്യവും പ്രാതിനിധ്യവും കൊടുക്കുന്നത് എന്ന് നമ്മൾ സ്വയം ആലോചിച്ച് നോക്കുക. നമ്മുടെ ഇഷ്ടമാണ് അവിടെ പ്രാധാന്യം വരുന്നതെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ഹവയുടെ പിന്നിൽ പോകുന്ന ആളുകളാണ്.
നമ്മുടെ ദേഹേച്ഛയുടെ പിറകെ പോകുന്ന ആളുകളാണ്. അങ്ങനെ ഒരിക്കലും നമുക്ക് മാറാൻ പാടില്ല. തിന്മ ചെയ്യാനായി എല്ലാവിധ സാഹചര്യങ്ങളും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയാണെന്ന് അറിഞ്ഞിട്ടും അതിനെ ധിക്കരിക്കുന്ന രൂപത്തിലേക്ക് മാറുന്നുവെങ്കിൽ അത് നമുക്ക് വലിയ പ്രയാസം ഉണ്ടാക്കും. നമ്മൾ നമ്മുടെ ഹവയുടെ അടിമകളാവാൻ പാടില്ല, മറിച്ച് അള്ളാഹുവിന്റെ അടിമകളാണ് എന്ന ബോധ്യം, അല്ലെങ്കിൽ നമ്മുടെ ഹവ, നമ്മുടെ ഇച്ഛ, നമ്മുടെ താല്പര്യം എന്നത് അത് നമ്മുടെ അടിമകളാണ് എന്ന രൂപത്തിലേക്ക് നമ്മുടെ ചിന്താഗതി മാറ്റാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. താടി വെക്കുക എന്നത് അതൊരു മുസ്ലിമിന് ഒരു പ്രബലമായ സുന്നത്തായി ഒരു മുസ്ലിം പുരുഷൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ പറഞ്ഞു തന്ന കാര്യമാണ്. ഈ താടി വെക്കുമ്പോൾ പല പ്രയാസങ്ങളും ഉണ്ടാവും, പല കളിയാക്കലും ഉണ്ടാവും, പല കുത്തുവാക്കുകളും ഉണ്ടാവും. ഇന്നത്തെ കാലത്തൊക്കെയാണ് ഈ താടിയൊക്കെ വെക്കുന്നത്. അല്ലെങ്കിൽ ഒരു മുസ്ലിം പെൺകുട്ടി അവളെ ഹിജാബ് ധരിക്കുകയാണെങ്കിൽ, അവളൊരു മാന്യമായ രൂപത്തിലുള്ള വസ്ത്രം ധരിച്ചു പോവുകയാണെങ്കിൽ ഇന്നത്തെ കാലത്തും ഈ വസ്ത്രമൊക്കെ വേണോ എന്ന് തുടങ്ങുന്ന ചോദ്യങ്ങൾ സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും അവൾക്ക് ഉണ്ടാവും. സ്വന്തം ഉമ്മയോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ബന്ധുക്കളോ സ്ഥാപനത്തിൽ പോകുമ്പോൾ അവിടുന്ന് ഒക്കെ വലിയ പ്രയാസങ്ങൾ ഉണ്ടാവും. ഈ ഒരു പുതിയ കാലത്തൊക്കെ ഈ വസ്ത്രമൊക്കെ വേണോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടാവും. അവിടെയൊന്നും ചൂടിപ്പോകാതെ, ഞാൻ ധരിക്കുന്നത് ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയാണ്, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, ഈ വസ്ത്രം എനിക്ക് നൽകുന്ന സുരക്ഷിതത്വം എന്നത് ഇതെനിക്ക് അള്ളാഹു പറഞ്ഞു തന്ന കാര്യമാണ്, ആ അഭിമാന ബോധത്തോടു കൂടി അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുകളൊക്കെ കാത്തു സൂക്ഷിക്കാൻ കഴിയുക എന്നത് അത് എത്ര വലിയ പ്രയാസം ഉണ്ടാക്കുമെങ്കിലും നമ്മുടെ കച്ചവടം, നമസ്കാരത്തിന് സമയമാകുമ്പോ കച്ചവടം ഭയങ്കര തിരക്കായിരിക്കും. സ്വാഭാവികമാണത് അങ്ങനെ. അത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. ജുമുഅയ്ക്ക് വരാൻ നേരത്ത് കടകൾ അടയ്ക്കാൻ നിൽക്കുമ്പോഴായിരിക്കും ഒരുപാട് ആളുകൾ ഒന്നിച്ചത് വരിക. ആ സമയത്ത് നമുക്ക് കടം തുറന്നു കഴിഞ്ഞാൽ വലിയ ലാഭം നേടാൻ പറ്റും. പക്ഷെ ഖുർആനിലുള്ള കൽപ്പനയാണ്, നിങ്ങൾ ജുമുഅയുടെ സമയമാകുമ്പോൾ നിങ്ങൾ കടകൾ അടയ്ക്കുക, നിങ്ങളുടെ കച്ചവടം നിങ്ങൾ നിർത്തുക എന്നത് ഖുർആനിലെ കൽപ്പനയാണ്. ആ ബോധമുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് പിന്നെ ഭൗതികമായ കുറച്ച് നാണയത്തൂട്ടുകൾ പിന്നാലെ പോകാൻ കഴിയുക? നമ്മുടെ ലക്ഷ്യം എന്നത് പരലോകമാണെങ്കിൽ അവിടെ മാറ്റി നിർത്താനും റളീതു ബില്ലാഹി റബ്ബ എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ഓരോ ദിവസവും രാവിലെ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് റളീതു ബില്ലാഹി റബ്ബ, ഞാൻ തൃപ്തിപ്പെടുന്നു റബ്ബേ, നീ റബ്ബാണ്, ഞാൻ തൃപ്തിപ്പെടുന്നു. വൽ ഇസ്ലാമി ദീന വബി മുഹമ്മദ് നബിയ, ഇസ്ലാമിന്റെ ദീനായിക്കൊണ്ടും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്റെ പ്രവാചകനായിക്കൊണ്ടും ഞാൻ തൃപ്തിപ്പെടുന്നു എന്ന് പറയുന്ന രൂപത്തിലേക്ക് മാറാൻ നമുക്ക് സാധിക്കണം. ആറാമതായിക്കൊണ്ട് അള്ളാഹുവിന്റെ നാമഗുണ വിശേഷങ്ങളെ, അസ്മാഉ സിഫാത്തിനെ കൃത്യമായി അറിയുന്ന ആളുകളായി നമ്മൾ മാറണം. ഓരോ വഖത്തിലും നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ, നമസ്കരിക്കുമ്പോൾ അർ-റഹ്മാൻ റഹീം എന്ന് ആവർത്തിച്ച് പറയാറുണ്ട്. എന്താണ് റഹ്മാൻ റഹീം എന്നുള്ള വ്യത്യാസം? രണ്ടും ഒന്ന് തന്നെയാണോ? കാരുണ്യവാൻ എന്ന് തന്നെയാണ് രണ്ടിലെ അർത്ഥം. നമ്മൾ അറിയേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ സുഫത്തുകൾ, അള്ളാഹുവിന്റെ അസ്മാവുകൾ, അത് ഓരോന്നും കൃത്യമായി നമ്മൾ അറിയേണ്ടതുണ്ട്. അള്ളാഹു റസൂൽ പറയുന്നുണ്ട്, മൻ അഹ്സ്വാഹാ ദഖലൽ ജന്ന, അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. ആ നാമങ്ങളെല്ലാം മൻ അഹ്സ്വാഹ, ആരാണോ അത് ഇഹ്സ്വാഹ് ചെയ്യുന്നത്, വദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളെ, അത് 99 മാത്രമാണ് എന്നല്ല അതിന്റെ അർത്ഥം. ഒരുപാട് നാമഗുണങ്ങളുണ്ട്, അതിൽ 99 എണ്ണം ക്ലിഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ആ നാമഗുണ വിശേഷണങ്ങൾ അസ്മാഉ സിഫാത്തും കൃത്യമായി അറിയുമെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ എളുപ്പമുള്ള, അള്ളാഹുവിന്റെ ഇഷ്ടം നേടാൻ കഴിയുന്ന ഒരു കർമ്മമായിക്കൊണ്ട് അതിന് പറയുന്നുണ്ട്. നമുക്ക് ആ നാമഗുണങ്ങളെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. റഹ്മാനായ റബ്ബേ, ഗഫൂറായ റബ്ബേ, എന്റെ പാപങ്ങൾ പുറത്തു തരണേ എന്നൊക്കെ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ കഴിയും. അങ്ങനെ അള്ളാഹുവിന്റെ നാമങ്ങളും ഗുണങ്ങളും ഒക്കെ അറിയുന്ന ആളുകൾക്കും അള്ളാഹുവിന്റെ ഇഷ്ടം നേടാൻ സാധിക്കുമെന്നതാണ്. പ്രിയമുള്ളവരെ, ഖബറിൽ നമ്മൾ ഒറ്റയ്ക്കാവുന്ന സമയത്ത് അവിടെ ഒരു ചോദ്യം വരും, ആരാണ് നിന്റെ റബ്ബ്? മൻ റബ്ബുക. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ പറഞ്ഞേക്കാം അള്ളാഹുവാണ് എന്റെ റബ്ബ്. പക്ഷെ അടുത്ത ചോദ്യം വരും പിന്നീട്, കൈഫ അറഫ്ത, നീ എങ്ങനെയാണ് അറിഞ്ഞത്? അള്ളാഹുവാണ് റബ്ബ് നീ പറഞ്ഞല്ലോ, അത് എങ്ങനെയാണ് നീ അറിഞ്ഞത് എന്ന ചോദ്യം വരും. അതിന്റെ ഉത്തരം നമ്മൾ പറയേണ്ടത് ഖുർആനിലൂടെ, അള്ളാഹു റസൂലിന്റെ കൽപ്പനകളിലൂടെ ഞാനത് അറിഞ്ഞ് മനസ്സിലാക്കി അത് പഠിക്കാൻ ശ്രമിച്ചു, അങ്ങനെയാണ് അറിഞ്ഞത് അള്ളാഹുവാണ് എന്റെ റബ്ബ് എന്ന് നമുക്ക് മറുപടി പറയാൻ സാധിക്കേണ്ടതുണ്ട്. ഖബറിൽ അങ്ങനെ പറയാൻ സാധിക്കുമോ? നമ്മൾ ആലോചിച്ച് നോക്കൂ. ദുനിയാവിൽ നമുക്ക് സാധിക്കുന്നുണ്ടോ അള്ളാഹിന്റെ നാമങ്ങൾ ഞാൻ ഖുർആൻ വെച്ചുകൊണ്ട്, റസൂലിന്റെ സുന്നത്തുകൾ വെച്ചുകൊണ്ട്, കൽപ്പനകൾ വെച്ചുകൊണ്ട് ഞാൻ പഠിച്ചു എന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല എങ്കിൽ എങ്ങനെയാണ് ഖബറിൽ നമുക്ക് പറയാൻ സാധിക്കുക? അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളെ, അള്ളാഹു സമീആണെന്നും അള്ളാഹു ബസീറാണെന്നും അള്ളാഹു ഖാലിഖാണെന്നും മുദബ്ബിറാണെന്നും ഒക്കെ നമുക്കറിയാം. അതിനെ ആഴത്തിൽ പഠിക്കുവാനുള്ള സമയവും നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ഏഴാമതായിക്കൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ തിരിച്ചറിയുക എന്നതാണ്. മുശാഹദത്തു നിഅമിഹി ളാഹിറ വ ബാത്തിന, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഓരോന്നും കഴിഞ്ഞ ഓരോ ഖുത്ബയിൽ നമ്മൾ വിശദമായി പറഞ്ഞതാണ്. നമ്മുടെ ജീവിതം തന്നെ അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന്റെ അർത്ഥവും വ്യാപ്തിയും തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരുപക്ഷെ ഇനിയൊരു ചുമതലയിലേക്ക് വരാൻ നമുക്ക് സാധിച്ചു എന്നത് തന്നെ വലിയ അനുഗ്രഹമാണ്. ചില ആളുകൾക്കൊക്കെ വലിയ പ്രയാസമാണ്, മുടി നരച്ചു പോവാണ്, പ്രായമായി വരികയാണ്. യുവാക്കൾക്കൊക്കെ മുടി നരച്ചു വെച്ച് വലിയ പ്രയാസമാണ്. സഹോദരങ്ങളെ, മുടി നരച്ചു എന്നത്, ഈ നര അതിന്റെ ഒരു വെള്ള കളർ നമുക്ക് കാണണമെങ്കിൽ കണ്ണ് വേണം. ഈ കണ്ണില്ലാത്ത എത്ര ആളുകളുണ്ട്? ആ കണ്ണുള്ളത് കൊണ്ടാണ് മുടി നരച്ചു എന്ന് നമ്മൾ കണ്ടത്. അത് കണ്ടില്ല എങ്കിൽ അതൊരു പ്രശ്നമാവോ? കണ്ണില്ല എങ്കിൽ നമുക്ക് നര ഒരു പ്രശ്നമാണോ? മുഖം ചുക്കിച്ചുളിഞ്ഞൊരു പ്രശ്നമാണോ? ഒരിക്കലുമല്ല.
അള്ളാഹു നമുക്ക് നൽകിയ ഓരോരോരോ അനുഗ്രഹങ്ങൾ, അത് നമ്മുടെ ശരീരമാവട്ടെ, അവയവങ്ങളാവട്ടെ, അതിനേക്കാളേറെ ഏറ്റവും വലിയ അനുഗ്രഹം എന്നത് ഹിദായത്താണ്. സന്മാർഗം നമുക്ക് കാണിച്ചു തന്നു, ഇതാണ് യഥാർത്ഥ പാത എന്ന് തിരിച്ചറിയാനുള്ള ബോധ്യം നമുക്ക് അള്ളാഹു തന്നു. നമ്മളെ സെലക്ട് ചെയ്തു. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ, അവർ ഹിദായത്ത് നൽകിയ ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ താങ്ങായും തണലായും മറ്റു പ്രവാചകരുടെ കൂടെ ഉണ്ടായിരുന്ന സ്വന്തം പിതൃവ്യനായ അബൂ ത്വാലിബ്, അദ്ദേഹത്തിന് അള്ളാഹു ഹിദായത്ത് കൊടുത്തിട്ടില്ല. നൂഹ് നബി അലൈഹിസ്സലാം, അദ്ദേഹം ഒരുപാട് കാലം വർഷങ്ങളോളം പ്രബോധനം ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഉപ്പ, അദ്ദേഹത്തിന് അള്ളാഹു ഹിദായത്ത് കൊടുത്തിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം തൗഹീദിന് വേണ്ടി തൗഹീദിന്റെ ധ്വജവാഹകനായി മാറിയ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാം, അദ്ദേഹത്തിന്റെ ഉപ്പ ആദർ, അദ്ദേഹത്തിന് അള്ളാഹു ഹിദായത്ത് കൊടുത്തിട്ടില്ല. സഹോദരൻ, അവർക്കൊന്നുമില്ലാത്ത ഹിദായത്ത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ അനുഗ്രഹത്തിന് ഉടമയാണ് നമ്മളെന്ന ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ആ അനുഗ്രഹങ്ങൾ തൃപ്തിയായിക്കൊണ്ട് അള്ളാഹുവിനോട് നന്ദി കാണിക്കാനുള്ള വലിയ രൂപത്തിലുള്ള ഒരു തൗഫീഖ് നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ എവരെയും സഹായിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കാനുള്ള 7 കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചത്. 8ാമതായിക്കൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കുന്ന ആളുകളുടെ ഒരു ഗുണമായി പറയുന്നത്, അവർ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ അവരുടെ ഹൃദയം പിടയ്ക്കുമെന്നാണ്. നമ്മളെപ്പോഴും അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്നത് നമസ്കാരത്തിലാണ്. നമസ്കാരത്തിന് അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇൻകിസാറുൽ ഖൽബു ബൈന യദൈ, അവന്റെ ഹൃദയം അത് തകർന്നു പോകുന്ന, അത് പൊട്ടിപ്പിളർന്നു പോകുന്ന രൂപത്തിലേക്ക് അള്ളാഹുവിന്റെ മുമ്പിലാണ്, എന്നെയും ഈ ഭൂമിയും ഈ പ്രപഞ്ചവും ഒക്കെ സൃഷ്ടിച്ച അള്ളാഹുവിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധ്യമുള്ള ഒരു വ്യക്തി, അവന്റെ ഹൃദയം പിടച്ചു പോകും എന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഒരു ഗുണമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരികയാണ്. അബ്ബാദ് ബിൻ ബിശർ റളിയല്ലാഹു അൻഹു ഒരിക്കലും യുദ്ധ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ യുദ്ധത്തിന്റെ സമയത്ത് കാവലായിക്കൊണ്ട്, രാത്രിയാണ്, കാവലായിക്കൊണ്ട് അദ്ദേഹത്തെയാണ് നിയോഗിക്കുന്നത്. അബ്ബാദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കാവലായി നിയോഗിച്ച സമയത്ത് രാത്രി ഉറങ്ങാൻ പാടില്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ ശത്രുക്കൾ വരുമ്പോൾ നമുക്ക് അറിയില്ല. അതുകൊണ്ട് കാവലായ വ്യക്തി ഉറക്കം വിളച്ചുകൊണ്ട് അവിടെ വളരെ പ്രയാസത്തോടെ നിൽക്കുകയാണ്. അപ്പൊ ഉറങ്ങാതിരിക്കാൻ അദ്ദേഹം ഒരു മാർഗം കണ്ടെത്തുകയാണ്. അദ്ദേഹം മനസ്സിലാലോചിച്ചു, ഉറങ്ങാതിരിക്കാൻ ഏറ്റവും നല്ല വഴി എന്നുള്ളത് നമസ്കരിക്കുക തന്നെയാണ്. നമസ്കരിച്ചാൽ ഒരിക്കലും ഉറങ്ങില്ല. അത്രമേൽ ഉത്സാഹവും ഉന്മേഷവും അവർക്ക് ലഭിക്കുന്നത് നമസ്കാരത്തിലൂടെയാണ്. അങ്ങനെ അദ്ദേഹം നമസ്കരിക്കാൻ തുടങ്ങുകയാണ്. നമസ്കാരം കൈകെട്ടി അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്യുന്നു. ആ ഖുർആൻ പാരായണം നീണ്ടു പോവുകയാണ്. ഈ സമയത്താണ് ശത്രുക്കൾ അവിടെ നിന്ന് ഇദ്ദേഹത്തെ കാണുന്നത്. അപ്പൊ അവിടെ ആരൊക്കെ ഉണ്ട് എന്ന് അവർ ശത്രുക്കൾക്ക് തിരിച്ചറിയുകയാണ്. അങ്ങനെ ഇദ്ദേഹത്തിന്റെ നേർക്ക് കുറച്ച് ദൂരെ നിന്ന് അമ്പ് ചെയ്തു. ആ അമ്പ് അദ്ദേഹത്തിന്റെ കൃത്യമായ സ്ഥലത്ത്, അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് തന്നെയാണ് ആ അമ്പ് തറയ്ക്കുന്നത്. ആ നെഞ്ചത്ത് അമ്പ് തറച്ചിട്ട് പോലും താൻ നമസ്കരിക്കുകയായതുകൊണ്ട് അദ്ദേഹം അതിന് പിന്മാറുന്നില്ല. 1ാമത്തെ അമ്പ് തറച്ചു. ശത്രുക്കൾ വിചാരിച്ചു അത് മനുഷ്യനായിരിക്കില്ല. 2ാമത് വീണ്ടും അമ്പ് ചെയ്തു. അതും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തന്നെ തറച്ചു. അദ്ദേഹം നമസ്കാരം തുടർന്നു. ഖുർആൻ പാരായണം മനോഹരമായി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ബാക്കി എല്ലാവരും കടന്നുറങ്ങാണ്. 3ാമത്തെ അമ്പ് ചെയ്തു. ആ 3 അമ്പുകളും തന്റെ ശരീരത്തിൽ തറയ്ക്കുന്ന അദ്ദേഹത്തിന് ഒരു പ്രയാസമേ ഉണ്ടാക്കിയില്ല. അദ്ദേഹം നമസ്കാരം തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ആ 3 അമ്പുകളും എഴുതിട്ട് പോലും ഒരു പ്രതികരണവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ശത്രുക്കൾ തിരിച്ചു പോവാണ്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് വന്ന ആ അമ്പ് ചെയ്തത് മൂലം ഉണ്ടായ ചോര, ആ രക്തം പിന്നീട് അവർ താഴെ കിടന്നുറങ്ങിയ സ്വഹാബിമാരുടെ മേൽ തട്ടിയപ്പോഴാണ് അവർ എഴുന്നേറ്റ് അദ്ദേഹം നമസ്കരിക്കുകയാണെന്നും അദ്ദേഹത്തിന്റെ 3 അമ്പ് ഏറ്റിട്ടുണ്ടെന്ന് തിരിച്ചറിയുന്നത്. ആലോചിച്ചു, എങ്ങനെയാണ് അവർക്ക് അവരുടെ നമസ്കാരത്തിൽ അത്രമേൽ ഖുശൂ ഉണ്ടായത്? അവരുടെ നമസ്കാരം ഇത് അള്ളാഹുവിന് മുമ്പിൽ നിൽക്കുന്ന നമസ്കാരമാണ്. അതുകൊണ്ട് അത്രമേൽ അള്ളാഹുവിന് മുമ്പിലാവുമ്പോഴേക്കും മറ്റൊന്നും, ഈ ഭൗതിക ലോകത്തുള്ള മറ്റൊന്നും എനിക്ക് പ്രയാസമല്ല, എനിക്കൊരു തടസ്സമല്ല, എന്റെ മനസ്സിനെ അതിനെ സ്വാംശീകരിക്കുന്ന മറ്റൊരു വിഷയവുമല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഹൃദയം പിടയ്ക്കുന്ന രൂപത്തിലേക്ക് മാറാൻ എങ്ങനെയാണ് അവർക്ക് സാധിക്കുന്നത്? ഞാൻ നിസ്സാരനാണ് റബ്ബേ, ഞാൻ ഒന്നുമല്ല, നീ നൽകിയ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്കിങ്ങനെ നിൽക്കാൻ തന്നെ സാധിക്കുന്നത് എന്ന ബോധ്യമുള്ള ഒരു വ്യക്തി അവൻ നമസ്കരിക്കുമ്പോൾ ഈ രൂപത്തിൽ അവൻ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ കഴിയും. അങ്ങനെ അള്ളാഹുവിന്റെ മുമ്പിൽ പിടയ്ക്കുന്ന ഹൃദയമുള്ളവരാവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. 9ാമതായിക്കൊണ്ട് അള്ളാഹുവിൽ നിന്ന് അകറ്റുന്ന ബന്ധങ്ങളെല്ലാം ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് സുഹൃത്തുക്കളാണ് പലപ്പോഴും പല തിന്മകളിലേക്ക് കൊണ്ടുപോവുക. ആ കൂട്ടുകാർ ഏറ്റവും നല്ല രൂപത്തിൽ നന്മകളിൽ പരസ്പരം മത്സരിക്കുന്ന മുജാലിസത്തു സ്വാലിഹീന വത്വയ്യിബീൻ, അള്ളാഹുമായുള്ള ബന്ധം കുറയ്ക്കുന്ന കൂട്ടുകാരാണെങ്കിൽ അവരുമായിട്ട് അകലം പാലിക്കാൻ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലപ്പോഴും കൂട്ടുകാർ വലിയ രൂപത്തിൽ നമുക്ക് കൂട്ടുകാരായി സ്വീകരിക്കുന്ന ആളുകൾ, ചെറിയ പ്രായത്തിൽ കുട്ടികൾ പ്രത്യേകിച്ചും, ക്ലാസ്സിൽ ഏറ്റവും ഹീറോ ആയിട്ടുള്ള കുട്ടി ആരാണോ അവനാണ് കൂട്ടുകാരൻ. അല്ലെങ്കിൽ ആരാണോ കുറെ തമാശയൊക്കെ പറയുന്നത്, കുറെ കളിയാക്കലും ടീച്ചറെ കമന്റ് അടിക്കലും ഒക്കെ ചെയ്യുന്നത്, അവനാണ് കൂട്ടുകാരൻ.
അങ്ങനെ പരസ്പരം തമാശ പറഞ്ഞ് ഭൗതികമായി പലപ്പോഴും കുറച്ച് നേട്ടമൊക്കെ നേടാൻ വേണ്ടി, ഒന്ന് ഹീറോ ആവാൻ വേണ്ടി അവിടെ കുറെ പരിഹസിച്ചുകൊണ്ടും കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ടും ആളെ കളിയാക്കിക്കൊണ്ടും ഒക്കെ ആളാവാൻ ശ്രമിക്കുന്ന ആളുകളെ കൂട്ടുകാരാക്കി കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ഈ ഭൗതിക ലോകത്ത് വലിയ വലിയ നേട്ടം ഉണ്ടായേക്കാം. പക്ഷെ അത് നാളെ പാരത്രികമായി അള്ളാഹുവിന്റെ ഇഷ്ടത്തിന്റെ വിഷയത്തിൽ നമുക്ക് വലിയ രൂപത്തിൽ പിന്നോട്ട് പോകാൻ നമ്മൾ സാധിക്കും എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അനാവശ്യമായി നമ്മുടെ സമയം കളയുന്ന അത്തരം കൂട്ടുകെട്ടിൽ നമ്മൾ മാറി നിൽക്കേണ്ടതുണ്ട്. നല്ല കൂട്ടുകാർ നമുക്ക് ഉണ്ടാവണം. എങ്ങനെയാണ് നല്ല കൂട്ടുകാരുണ്ടാവുക? ഭാര്യയും ഭർത്താവും നല്ല കൂട്ടുകാരായി മാറണം. പരസ്പരം നന്മയിൽ സഹകരിക്കുന്ന, നന്മയിൽ പരസ്പരം മത്സരിക്കുന്ന, രാത്രി തഹജ്ജുദിനൊക്കെ പിന്നെ ഭാര്യ ഭർത്താവിനെ വിളിച്ചുണർത്തണം. സുബഹി നമസ്കാരത്തിന് സമയമായി കഴിഞ്ഞാൽ ഭർത്താവിനെ ഉണർത്തുന്ന ഭാര്യമാരായി മാറണം, തിരിച്ച് ഭാര്യയെ ഉണർത്തുന്ന ഭർത്താവായി മാറണം. നന്മകളിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്ന രൂപത്തിലേക്ക് മാറാൻ നമുക്ക് സാധിക്കണം. മക്കളും പിന്നെ രക്ഷിതാക്കളും തമ്മിൽ നല്ല കൂട്ടുകെട്ടുണ്ടാവണം. എങ്ങനെ ഉണ്ടാവുക? സുബഹി നമസ്കാരത്തിന് ആരാണ് ആദ്യം എഴുന്നേൽക്കുക? വീട്ടിൽ മത്സരം വയ്ക്കാം. മക്കളും ഉപ്പയും മോനും തമ്മിൽ ആരാണ് ആദ്യം എണീച്ച്? ഉപ്പ എണീച്ചാൽ ഉപ്പ മകനെ വിളിക്കുന്നു, മകൻ എണീച്ചാൽ മകൻ ഉപ്പയെ വിളിക്കുന്നു. എന്തുകൊണ്ട് നമുക്ക് മത്സരം ഉണ്ടാക്കിക്കൂടാ? ആ രൂപത്തിൽ ഉപ്പയും ഉമ്മയും മക്കളും ഒക്കെ ആ രൂപത്തിൽ നന്മയിൽ മത്സരിക്കുന്ന ഒരു കൂട്ടുകെട്ടാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഇന്ന് ഏറ്റവും വലിയ കൂട്ടുകാരൻ നമ്മുടെ മൊബൈൽ ഫോണാണ്. ആ മൊബൈൽ ഫോണിൽ നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് വരുന്ന തിന്മകളെ വലിയ ജാഗ്രതയോടെ നമ്മൾ നോക്കി കാണേണ്ടതുണ്ട്. മറ്റൊന്ന്, പത്താമത്തെ ഒരു കാര്യം, ഹൃദയത്തിന് മറയിടുന്ന തിന്മകൾ ഉണ്ടെങ്കിൽ ആ തിന്മകളെ പൂർണ്ണമായി ഒഴിവാക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന് ഇഷ്ടം നേടണമെങ്കിൽ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളിൽ കൃത്യമായി ആ അതിർവരമ്പിനുള്ളിൽ നിൽക്കാൻ നമുക്ക് സാധിക്കണം. പരിധികൾ എവിടെയാണോ, പരിമിതികൾ എവിടെയാണോ, അത് നമ്മുടെ ഇഹലോകത്തെയും പരലോകത്തെയും സുരക്ഷിതമാക്കാനാണെന്ന ബോധ്യത്തോടു കൂടി ഹറാമായ ഒരു കാര്യമാണോ ഞാൻ അതിലേക്കില്ല. തിന്മയാണോ, അള്ളാഹു റസൂൽ ഹറാമാണ്, പാടില്ലാത്തതാണ് കൽപ്പിച്ച കാഴ്ചയാണോ, കേൾവിയാണോ, ചിന്തയാണോ, കൂട്ടുകെട്ടാണോ, അതെനിക്ക് പാടില്ല. ആ ബോധ്യമുള്ള ഒരു വ്യക്തി തന്റെ ഹൃദയത്തിൽ മറയിടുന്ന അത്തരം തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ അത് മാത്രമാണ് എല്ലാം. ആ ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഒരിക്കൽ ഒരു സ്വഹാബി അദ്ദേഹം നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരികയാണ്. അദ്ദേഹം വുളു എടുത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന സദസ്സിലാണ് അദ്ദേഹം നമസ്കരിക്കുന്നത്. അദ്ദേഹം നമസ്കരിച്ചു. നമസ്കാരത്തിന് ശേഷം അദ്ദേഹം റസൂലിന്റെ അടുക്കിലേക്ക് പോയി. അള്ളാഹു റസൂലെ അസ്സലാമു അലൈക്കും എന്ന് റസൂൽ പരിചയപ്പെടാൻ പോവാണ്. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നക ലം തുസല്ലി, തീർച്ചയായും നീ നമസ്കരിച്ചിട്ടില്ല. അദ്ദേഹം വുളു എടുത്ത് നമസ്കരിക്കുന്നത് റസൂലും എല്ലാവരും കണ്ടതാണ്. റസൂൽ പറഞ്ഞു, നീ നമസ്കരിച്ചിട്ടില്ല. ഇത് കേട്ടതോടുകൂടി അദ്ദേഹം തിരിച്ച് റസൂലിനോട് പറഞ്ഞത്, അല്ല റസൂലെ, ഞാനല്ല നമസ്കരിച്ചത് എന്നതല്ല. അത് നേരെ വീണ്ടും പുറത്തു പോയി വുളു എടുത്തു, രണ്ടാമത് വന്ന് വീണ്ടും നമസ്കരിച്ചു. ഇത് കഴിഞ്ഞത് റസൂൽ വീണ്ടും പറഞ്ഞു, ഇന്നക ലം തുസല്ലി, തീർച്ചയായും നീ നമസ്കരിച്ചിട്ടില്ല. അപ്പോഴും അദ്ദേഹം തിരിച്ച് മറുചോദ്യം ചോദിച്ച് ഒരു കമന്റ് അടിച്ച് റസൂൽ എന്താ റസൂൽ ഈ പറയണത് എന്നല്ല ചോദിച്ചത്. അദ്ദേഹം വീണ്ടും പോയി വുളു എടുത്ത് വീണ്ടും വന്ന് നമസ്കരിച്ചു. മൂന്നാമത് റസൂൽ അതേ കാര്യം ആവർത്തിച്ചു, ഇന്നക ലം തുസല്ലി, നീ നമസ്കരിച്ചിട്ടില്ല. അപ്പോഴും അദ്ദേഹം റസൂലെ, ഞാൻ നമസ്കരിച്ച് നിങ്ങൾ കണ്ടതല്ലേ എന്നല്ല പറഞ്ഞത്, മറിച്ച് വീണ്ടും അതുപോലെ പോയി വുളു എടുത്ത് വന്ന് നമസ്കരിച്ചു. ശേഷം അദ്ദേഹം റസൂലിനോട് ചോദിച്ചു, റസൂലെ, ഞാൻ ചെയ്തതിൽ എന്താണ് തെറ്റ് എന്നതാണ് അദ്ദേഹം ചോദിക്കുന്ന മറുപടി. റസൂൽ, എന്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ടല്ലോ, അതുകൊണ്ടല്ലേ താങ്കൾ ഇങ്ങനെ പറഞ്ഞത്, എന്താണ് തെറ്റെന്ന് പറഞ്ഞ റസൂൽ അദ്ദേഹത്തിന് തിരുത്തി കാണിച്ചു കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബുദ്ധിയോ യുക്തിയോ അതൊരു പ്രശ്നമേ അല്ല. അതൊരു തിന്മയാണെങ്കിൽ, അതൊരു തെറ്റാണെങ്കിൽ, അതൊരു മോശമായ കാര്യമാണെങ്കിൽ അത് മാറ്റി നിർത്തേണ്ടത് തന്നെയാണ്. കാരണം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് വഹിയാണെന്ന ബോധ്യത്തോടു കൂടി റസൂലിന്റെ കൽപ്പനകളെ ഏറ്റെടുക്കുന്ന, സുന്നത്തുകളെ ജീവിപ്പിക്കുന്ന ആളുകളായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അള്ളാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. 10 കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയുകയാണ്. ഒന്ന്, ഖുർആനുമായുള്ള ബന്ധം നമ്മൾ കാത്തു സൂക്ഷിക്കുക. 2, സുന്നത്തുകളെ, നവാഫിലുകളെ ജീവിപ്പിക്കുക. 3, ഒറ്റയ്ക്കിരുന്നുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. 4, ദിക്റുകൾ അത് അധികരിപ്പിക്കുക. 5, സ്വന്തത്തേക്കാൾ അള്ളാഹുവിനെ തിരഞ്ഞെടുക്കുക. അള്ളാഹുവിന്റെ ഇഷ്ടത്തിനാണ് പ്രാമുഖ്യം നൽകേണ്ടത്. 6, അള്ളാഹുവിന്റെ അസ്മാവും സിഫാത്തും ഒക്കെ കൃത്യമായി അറിയുക. 7, അനുഗ്രഹത്തെ തിരിച്ചറിയുക. 8, അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നാൽ ഹൃദയം പിളർന്നു പോകുന്ന രൂപത്തിൽ ഹൃദയം പിടയ്ക്കുന്ന ആളുകളായി മാറുക. 9, അള്ളാഹുവിൽ നിന്ന് അകറ്റുന്ന അത്തരം സുഹൃത്ത് വലയങ്ങളെ മാറ്റി നിർത്തുക. 10ാമതായിക്കൊണ്ട് ഹൃദയത്തിൽ മറയിടുന്ന തെറ്റുകളെ അത് പൂർണ്ണമായി മാറ്റി നിർത്തുക. ഇതോടൊപ്പം അള്ളാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കാനുള്ള ഒരുപാട് വഴികൾ ഖുർആൻ തന്നെ പറയുന്നത്. ഇന്നല്ലാഹ യുഹിബ്ബുത് തൗവാബീന വ യുഹിബ്ബുൽ മുതതഹിരീൻ, അള്ളാഹു തൗബ ചെയ്യുന്ന ആളുകളെ, അല്ലെങ്കിൽ വൃത്തിയുള്ള ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. മുതവക്കിലീൻ, ഭരമേൽപ്പിക്കുന്ന ആളുകൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. മുഖ്സിതീൻ, നീതി കാണിക്കുന്നവർ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അസ്വാബിരീൻ, ക്ഷമാലുകൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അൽ മുത്തഖീൻ, തഖ്വയുള്ളവർ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഇങ്ങനെയെല്ലാം അള്ളാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കുന്ന ആളുകളുടെ കൂടുതൽ ഉൾപ്പെടാനുള്ള വലിയ ശ്രദ്ധയും ജാഗ്രതയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരു കുടുംബമായി നമ്മുടെ കുടുംബ ജീവിതത്തെ എല്ലാം മാറ്റിയെടുക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും
പാപങ്ങൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ ഉമ്മമാർ ഉപ്പമാർ, അള്ളാഹു അവർക്കെല്ലാം അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളിന്ന് മാറാ രോഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന, വലിയ രൂപത്തിലുള്ള രോഗങ്ങളുമായി പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവർക്കെല്ലാം അള്ളാഹു എളുപ്പം പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ ധാർമ്മിക ബോധമുള്ള സദാചാരി മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന നല്ല മക്കളായി പുതിയ കാലത്ത് വളർത്തുമാറാകട്ടെ. നമ്മുടെ ജീവിതം അത് ഹൈറാവുന്ന കാലത്തോളം നമുക്ക് ആയുസ് നീട്ടിത്തരാനും, മരണം എപ്പോഴാണോ ഹൈറാവുന്നത് ആ സമയത്ത് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് നെറ്റിത്തരത്തിൽ വിയർപ്പ് തുള്ളികളുള്ള മുത്തഖികളുടെ കൂടെ അല്ലാഹു ഉൾപ്പെടുത്തി നമ്മെ മരിപ്പിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم انصر اخواننا المجاهدين في فلسطين. اللهم انصر اخواننا المجاهدين في فلسطين. اللهم انصر اخواننا المجاهدين في كل مكان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.